മക്കളെ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണോ? നമ്മുടെ ഓണം എക്സാം എത്തിയിരിക്കുകയാണ്. അവിടെ ഓണം എക്സാമിനേഷനിലെ ഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത് 80 മാർക്കിന് എഴുതണ്ട നമ്മുടെ സോഷ്യൽ സയൻസ് സബ്ജക്ട് തന്നെയാണ് ഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിലോ നമുക്ക് PYQ ക്വസ്റ്റ്യനുകളില്ല അല്ലെ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകളായിരുന്നു നമ്മൾ ഇത്രയും കാലമായിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകളായിരുന്നു നോക്കിയിരുന്നത് എങ്കിൽ ഈ പ്രാവശ്യം നമ്മുടെ മുമ്പിൽ PYQ ക്വസ്റ്റ്യനുകളില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് പഠിക്കണം, എവിടുന്ന് ക്വസ്റ്റ്യൻ വരും, ഏത് ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വരും ഒന്നും തന്നെ അറിയില്ല. അതല്ലേ നിങ്ങളുടെ പ്രശ്നമുള്ളത്? അതിനുള്ള സൊല്യൂഷൻ ആണ് നമ്മളെന്ന് പറയുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു തരാൻ പോകുന്നത് ആക്ച്വലി നല്ല ജിയോഗ്രഫിയിലെ വരാൻ പോകുന്ന essay ക്വസ്റ്റ്യനുകൾ ഏതായിരിക്കും. എത്ര നേരത്തെ പറഞ്ഞിരുന്നില്ലേ? നാളെയും കഴിഞ്ഞ് മറ്റന്നാളാണല്ലോ അല്ലെ എക്സാം? നേരത്തെയാണോ? അല്ല. അതേസമയം നമ്മുടെ മാരത്തോണിന്റെ ഒക്കെ മുമ്പേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്തിനാ വെച്ചാൽ നിങ്ങൾ റെഡി ആയിട്ടിരിക്കാൻ വേണ്ടി. നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ, നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയം. എവിടെയാണ് നിങ്ങൾ essayക്ക് വേണ്ടിയിട്ട് വായിക്കേണ്ടത്? എവിടെയാണ് നിങ്ങൾ 4 മാർക്കിന് വേണ്ടി വായിക്കേണ്ടത്? എവിടെയാണ് നിങ്ങൾ 1 മാർക്കിന് വേണ്ടി വായിക്കേണ്ടത്? ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് പഠിക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും. essay എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ജിയോഗ്രഫിയിൽ essay ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക 5 മാർക്കിനാണ്. ഹിസ്റ്ററിയിൽ നിന്നോ 6 മാർക്കിന്. ഹിസ്റ്ററിയിൽ നിന്ന് 6 മാർക്കിന്റെ എസ്സേയും അതുപോലെ തന്നെ ജിയോഗ്രഫിയിൽ നിന്ന് 5 മാർക്കിന്റെ എസ്സേയും ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ 5 മാർക്കിന്റെ എസ്സേ നമ്മളിപ്പോ ആദ്യം ജിയോഗ്രഫിയെ കുറിച്ച് മാത്രം ആദ്യം ഡിസ്കസ് ചെയ്യാം. അതിൽ ഈ ജിയോഗ്രഫിയുടെ ഭാഗത്തിൽ 5 മാർക്കിന്റെ എസ്സേ ഉണ്ടായിരിക്കുക ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്റേഴ്സിൽ നിന്നായിരിക്കും. 2 എസ്സേ ഉണ്ടാവും സർ. അപ്പൊ 10 മാർക്കും ഇല്ലടാ, 5 മാർക്കിന്റെ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? 27ാമത്തെ ചോദ്യമാണ്. എക്സാമ്പിൾ ആയിട്ട് 27ാമത്തെ ചോദ്യം തരാണ്. 27ാമത്തെ A എന്ന് പറയുന്ന ഒരു ചോദ്യം ഉണ്ടായിരിക്കും, B എന്ന് പറയുന്ന ഒരു ചോദ്യം ഉണ്ടായിരിക്കും. അല്ല, ഒന്നെങ്കിൽ നിങ്ങൾക്ക് A എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് B എഴുതാം. അപ്പൊ A എന്ന് പറയുന്ന ചോദ്യം എന്തായിരിക്കും? ഒന്നെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ടായിരിക്കും. അപ്പൊ B എന്ന് പറഞ്ഞ ചോദ്യം ഏതായിരിക്കും? സെക്കൻഡ് ചാപ്റ്റർ ഉണ്ടായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് 2 എസ്സേകളായിരിക്കും ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾ ഒന്നാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് എസ്സേകൾക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യല്ലേ? ക്വസ്റ്റ്യൻ അല്ലേ വേണ്ടത്? ക്വസ്റ്റ്യൻ അല്ലേ വേണ്ടത്? PYQ ഇല്ലല്ലോടാ. ഞാനിതാ തരാടാ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒന്നാമതേക്കാണ് നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയിലെ മനുഷ്യ ജീവിതം എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കുക. നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് സോയില്, ഒന്ന് കൃഷി, ഒന്ന് ടൂറിസം അല്ലെ. മണ്ണ്, കൃഷി, ടൂറിസം. പ്രിപ്പയർ ആൻ essay on the human life in northern mountain region by the following in soil, agriculture, tourism. ഇതില് ഈ ഒരു ഭാഗത്ത് essay വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നോർത്തേൺ മൗണ്ടൻ റീജിയൻ, ഉത്തരപർവ്വത മേഖല, ഹിമാലയത്തിന്റെ ഒക്കെ ഏരിയ ഉണ്ടല്ലോ, ആ ഭാഗത്തുള്ള മനുഷ്യ ജീവിതം അവിടുത്തെ എന്താണ് നമ്മളെല്ലാം പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ സോയിലിന്റെ കാര്യത്തിലാണ് നമുക്കറിയാം, അവിടെയൊക്കെ ഉള്ളത് മൗണ്ടെയിൻ സോയിലാണ് അല്ലെ, പർവ്വത മണ്ണാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഫലഭൂയിഷ്ഠത വളരെ കുറവായിരിക്കും. എന്നാൽ നാളെ കുത്തനെയുള്ള ചെരിവുള്ള സ്ഥലങ്ങളിൽ ജൈവാംശം തീരെ ഉണ്ടാവില്ല. എന്നാൽ നിരപ്പായ കുറച്ചും കൂടെ താഴ്വരകളിൽ, വാലി ഏരിയകളിൽ എന്തായിരിക്കും? ജൈവാംശം കൂടുതലുള്ള മണ്ണാണ്. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ അഗ്രികൾച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃഷി വളരെ കുറവുള്ള സ്ഥലമാണ്. ദർ ഇസ് എ ലോ ലെവൽ ഓഫ് ദ അഗ്രികൾച്ചർ. കൃഷി വളരെ കുറവുള്ള സ്ഥലമാണ്. പക്ഷെ എന്നിരുന്നാലും അവിടെ നമ്മൾ കുറച്ചൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. കൃഷി എന്തൊക്കെയാ കൾട്ടിവേറ്റ് ചെയ്യുന്നത്? സാഫ്രോൺ പോലെയുള്ള അഥവാ കുങ്കുമം പോലെയുള്ള വസ്തുക്കൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കുങ്കുമം പോലെയുള്ള വസ്തുക്കൾ നമ്മൾ അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഓക്കെയാണ്. അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ബേസ് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അടുത്ത ടൂറിസം. ടൂറിസത്തെ നമ്മൾ 3 ഭാഗങ്ങളാക്കിയിട്ട് തരംതിരിച്ചിരുന്നു. ടൂറിസത്തെ ഏതൊക്കെയായിരുന്നു? അതിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഇപ്പൊ താഴേക്ക് എഴുതാം അല്ലെ, ഇവിടെ താഴേക്ക് എഴുതാം. ടൂറിസത്തെ ഇതിന്റെ കൂട്ടത്തിലേക്ക് എഴുതാം. ഇവിടെ നമ്മൾ 3 ഭാഗങ്ങളാക്കി തരംതിരിച്ചിരുന്നു. അതിൽ ഒന്നാമത്തെ പിൽഗ്രിമേജ് അഥവാ തീർത്ഥാടനമായിരുന്നു ഒന്നാമത്. കേദാർനാഥ്, ബദ്രിനാഥ് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് തീർത്ഥാടനങ്ങൾക്ക് വേണ്ടി പോകാറുണ്ട്. രണ്ടാമതായിട്ടുള്ള റിസോർട്ട് ടൂറിസങ്ങളാണ്. റിസോർട്ട് ടൂറിസം അഥവാ റിസോർട്ടുകളിലേക്ക് ആളുകൾ യാത്ര, മണാലി പോലെയുള്ള, കുളു പോലെയുള്ള, ഷിംല പോലെയുള്ള, ഡാർജിലിംഗ് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാറുണ്ട്. മൂന്നാമത്തത് എന്ന് പറയുന്നത് നമ്മുടെ എഡ്മണ്ട് ഹിലാരിയൊക്കെ മൗണ്ടൻ എവറസ്റ്റ് ഒക്കെ കീഴടക്കിയ ശേഷം ഈ മൗണ്ടൈനറിങ്ങിനും സ്കീയിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ജനങ്ങൾ, പർവ്വതാരോഹണങ്ങൾക്കും സ്കീയിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ജനങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? ടൂർ പോകാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അഡ്വഞ്ചറസ് ടൂറിസം, സാഹസിക യാത്രകൾ, ഇങ്ങനെ 3 തരത്തിൽ ടൂറിസം ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യാനുള്ളത്? ഈ ഒരു essay ചോദിക്കുകയാണെങ്കിൽ ഇവിടെ എഴുതാനുള്ളത്. സിമ്പിൾ ആണ് അല്ലെ. ദെൻ അതേസമയം അടുത്തൊരു essay ക്വസ്റ്റ്യൻ പറയാം. അടുത്തൊരു essay ക്വസ്റ്റ്യൻ വരാൻ ചാൻസസ് ഉള്ളതാണ്. ഇത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ എന്നുള്ള ഒരു essay ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ 4 റീജിയണൽ ഡിവിഷൻസ് ഓഫ് നോർത്തേൺ ഇന്ത്യൻ പ്ലെയിൻസ്? എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് എനി 2 ഓഫ് ദം. നമ്മളോട് പറഞ്ഞത് ഉത്തരേന്ത്യൻ സമതലത്തിലെ 4 പ്രാദേശിക വിഭാഗങ്ങൾ, റീജിയണൽ ഡിവിഷനുകൾ ഏതൊക്കെയെന്ന് എഴുതാണ്. അതിന് ഏതെങ്കിലും 2 എക്സ്പ്ലെയിൻ ചെയ്യാനും പറഞ്ഞു.
ഏതൊക്കെയാണ് ഈ നാലെണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു മാപ്പ് തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഇവിടെ ഉള്ളതാണ് ഈ സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് നമ്മുടെ പഞ്ചാബ് ഹരിയാന സമതലം, അല്ല പഞ്ചാബ് ഹരിയാന പ്ലെയിൻ ആണ് ഇവിടെ ഉള്ളത്. അതേസമയത്ത് ഈ സമതലത്തെ വിളിക്കുന്ന പേരാണ് രാജസ്ഥാൻ സമതലം. രാജസ്ഥാൻ പ്ലെയിൻ നമ്മളെ മരുഭൂമിയൊക്കെ കിടക്കുന്ന സ്ഥലമായിട്ടുള്ള ഈ സ്ഥലമാണ് രാജസ്ഥാൻ സമതലം. അതേസമയം ഇവിടെയുള്ള ഈ സ്ഥലത്ത് നമ്മുടെ ഗംഗാ നദിയുടെ ഒക്കെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ വിളിക്കുന്ന പേര് ഗംഗാ സമതലം എന്നാണ്. ഏറ്റവും വിശാലമായിട്ടുള്ള സമതലമാണ് ഗംഗാ സമതലം എന്നാണ് വിളിക്കാറുള്ളത്. അതേസമയം ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ബ്രഹ്മപുത്ര നദിയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഇതാണ് ബ്രഹ്മപുത്ര സമതലം, ബ്രഹ്മപുത്ര പ്ലെയിൻ. അങ്ങനെ 4 റീജിയണൽ ഡിവിഷനുകളാക്കി തരംതിരിച്ചിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിലുകളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. സോ അതിന്റെ ഡീറ്റെയിലുകളും മക്കൾ എന്ത് ചെയ്തിരിക്കണം, പഠിച്ചു വെക്കണം. ഇതാണ് 4 റീജിയണൽ ഡിവിഷൻ. ഇത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് പോയിക്കോ, എക്സാമിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതേസമയം അടുത്തൊരു എസ് എ ക്വസ്റ്റ്യൻ നോക്കാം. ഞാൻ നിങ്ങൾക്ക് ആകെ 4 എസ് എ ക്വസ്റ്റ്യനെ തരുന്നുള്ളൂ. അതിൽ നിന്ന് 2 നാളെ ഉണ്ടായിരിക്കും കേട്ടോ. നാളെ അല്ല, മറ്റന്നാളത്തെ എക്സാമിനേഷനിൽ. The North Indian plain can be divided into 3 zones based on the geographical features which are there. നമ്മുടെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് വെച്ചിട്ട് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ നമ്മൾ 3 ഭാഗങ്ങളാക്കിയിട്ട് ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ഉത്തരേന്ത്യൻ സമതലത്തെ വടക്കു നിന്നും തെക്കോട്ട് എന്നുള്ള രീതിയിൽ 3 ഭാഗങ്ങളാക്കിയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 2 ഡീറ്റെയിൽ ചെയ്ത് ആദ്യം 3 പേര് എഴുതണം, എന്നിട്ട് അതിന്റെ ഡീറ്റെയിൽ എഴുതണം. 3 നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ തന്നെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിരുന്നത്. ഏതൊക്കെയായിരുന്നു മക്കളെ? യെസ്, അതെ, ബാബർ, ടെറായ്, അലൂവിയൽ പ്ലെയിൻ അഥവാ അലൂവിയൽ സമതലം, എക്കൽ സമതലം. ബാബർ, ടെറായ്, അലൂവിയൽ പ്ലെയിൻ അഥവാ എക്കൽ സമതലം. നമ്മൾ പറഞ്ഞിരുന്നു ശിവാലിക്കിന് തൊട്ട് താഴെയായിട്ട്, ശിവാലിക്കിന് നേരെ താഴെയായിട്ട് നിൽക്കുന്ന സ്ഥലമാണ് ബാബർ എന്ന് പറയുന്ന സ്ഥലം. അതിനും താഴെയുള്ളതാണ് ടെറായ് എന്ന് പറയുന്ന സ്ഥലം. അതിനും താഴെയാണ് എക്കൽ സമതലം. ഇതിന്റെ ഒരു പിക്ചറൊക്കെ നമ്മൾ എന്ത് ചെയ്തിരുന്നു, കൊടുത്തിരുന്നു. ഇതാണ് ഹിമാലയം. ഹിമാലയത്തിന്റെ താഴെയുള്ള ഭാഗമാണ് ബാബർ എന്ന് പറയുന്നത്. ഇവിടെ എന്തില്ല, റിവറുകളൊന്നും കാണില്ല. കാരണം ഉരുളൻകല്ലുകളൊക്കെ നിറഞ്ഞിട്ടുള്ള, ബുൾഡോസേഴ്സ് ഒക്കെ നിറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റൂല, റിവറുകളൊന്നും കാണാൻ പറ്റാത്ത സ്ഥലമാണ്. അതേസമയം ഇവിടെ നിന്നും അപ്രതീക്ഷിതമായിട്ടുള്ള റിവറുകളെല്ലാം, ഇവിടെയെല്ലാം ഇൻവിസിബിൾ ആയിട്ടുള്ള റിവറുകളെല്ലാം കാണപ്പെടുന്ന സ്ഥലമാണ് ഈ ടെറായ് എന്ന് പറയുന്ന സ്ഥലം. അല്ല, ടെറായ് എന്ന് പറയുന്ന സ്ഥലം. അത് കഴിഞ്ഞാൽ 3ാമത്തെ സ്ഥലമാണ് ഇത് അലൂവിയൽ പ്ലെയിൻ അഥവാ എക്കൽ സമതലം എന്ന് പറയുന്നത്. ഈ എക്കൽ സമതലത്തെ തന്നെ നമ്മൾ 2ആയിട്ട് തരംതിരിച്ചിരുന്നു, ബങ്കർ എന്നും ഖാദർ എന്നും. അല്ലെങ്കിൽ ഖാദർ എന്ന് പറഞ്ഞാൽ പുതിയ ന്യൂ അലൂവിയൽ പ്ലെയിൻ ആണ്, പുതിയതായിട്ടുള്ള എക്കൽ സമതലമാണ് നമ്മൾ ബങ്കർ എന്ന് പറയുന്നത്, ഖാദർ എന്ന് പറയുന്നത്. അതേസമയം ബങ്കർ എന്ന് പറഞ്ഞാൽ ഓൾഡ് ആണ്, പഴയതാണ്. അതിന്റെ ഡീറ്റെയിലുകളൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഇതിൽ ഏതെങ്കിലും 2 എക്സ്പ്ലനേഷൻ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിട്ട് പോകണം. എന്നാൽ അടുത്തൊരു ചോദ്യത്തിലേക്ക് നോക്കാം. അടുത്തൊരു ചോദ്യം, ഉത്തരേന്ത്യൻ സമതലങ്ങളെ കാലാവസ്ഥകൾ വിശദീകരിക്കുക. What are the explain the seasons experienced in the North Indian mountain? അഥവാ നോർത്ത് ഇന്ത്യൻ ഏരിയയിൽ ഉണ്ടായിരുന്ന കാലാവസ്ഥകൾ ഏതൊക്കെയാ? 4 കാലാവസ്ഥകളാണ് ഉള്ളത്. 1ാമത്താണ് ശൈത്യകാലം, 2ാമത്തെ ഉഷ്ണകാലം, 3ാമത്തെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം, 4ാമത്തെ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം. ദ കോൾഡ് വെതർ സീസൺ, ഹോട്ട് വെതർ സീസൺ, സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ, ദ നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ. ഹോട്ട് വെതർ ശൈത്യകാലം എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പുള്ള കാലഘട്ടമായിരിക്കും. മലകളുടെ മുകളിൽ ഭയങ്കര തണുപ്പായിരിക്കും. എന്നാൽ താഴെ ഭാഗത്ത് തണുപ്പൊക്കെ കുറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ്. അത് പ്രധാനമായിട്ടും മഞ്ഞൊക്കെ ഉരുകുന്ന, എന്ന് വെച്ചാൽ മഞ്ഞൊക്കെ ഉള്ള, നന്നായിട്ട് മഞ്ഞൊക്കെ മൂടുന്നതായിട്ടുള്ള കാലഘട്ടമാണ്. ശൈത്യകാലം എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിൽ ഭയങ്കര അതിശക്തമായ തണുപ്പ് ഉണ്ടാകുന്ന കാലഘട്ടമാണ്. ഉഷ്ണകാലം എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് ചൂട് അനുഭവപ്പെടുന്ന കാലഘട്ടമാണ്. ഏകദേശം 48 ഡിഗ്രി സെൽഷ്യസ് വരെ എന്ത് ചെയ്യാറുണ്ട്, ചൂട് അനുഭവപ്പെടാറുള്ള കാലഘട്ടമാണ് ഉഷ്ണകാലം എന്ന് പറയുന്നത്. മാസങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ തെക്കു പടിഞ്ഞാറ് എന്ന് വെച്ചാൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണ്. അത് ഇന്ത്യയുടെ താഴെ ഭാഗത്ത് നിന്ന് നേരെ വന്നിട്ട് 2 ബ്രാഞ്ചുകളായിട്ട് മാറുന്നു. ബംഗാൾ ഉൾക്കടൽ ശാഖയും അറബിക് കടൽ ശാഖയും എന്ന് പറഞ്ഞ 2 വിഭാഗങ്ങളായിട്ട് മാറുന്നു. അതിൽ ബംഗാൾ ഉൾക്കടൽ ശാഖ നേരെ കയറിയിട്ട് സുന്ദർബൻ ഡെൽറ്റ വഴി എന്ത് ചെയ്യുന്നു, 2 വിഭാഗങ്ങളായിട്ട് തിരിയാണ് ചെയ്യുന്നത്. സോ ദെൻ അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് പറയുന്ന തെക്കു കിഴക്കൻ മൺസൂണും. ഇപ്പോ നിങ്ങൾക്ക് ഏകദേശം ക്വസ്റ്റ്യനുകൾ, എസ് എ ക്വസ്റ്റ്യനുകൾ ഏതാണ് കിട്ടും. അതിന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഐ മീൻ ജസ്റ്റ് ഒന്ന് മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. മുഴുവൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. കാരണം എന്താണെന്നല്ലേ, ഒന്നുകൊണ്ടല്ല, ഇത് മുഴുവൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ഇതിന് തന്നെ ഒരു ഫുൾ ക്ലാസിന്റെ സമയം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് മക്കളെ, ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഇതിന്റെയൊക്കെ ഫുള്ള് വേണം, എസ്സേകൾ വേണം, ക്വസ്റ്റ്യനുകൾ വേണം. ക്വസ്റ്റ്യൻ അല്ലേ ഇല്ലാത്തത്, ഇതപ്പോ ക്വസ്റ്റ്യനുകളായില്ലേ. അതുപോലെ ക്വസ്റ്റ്യനുകൾ വേണം. 4 മാർക്കിന്റെ 3 മാർക്കിന്റെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യനുകൾ വേണം. എന്താ വേണ്ടത്? നിങ്ങളിതാ അതിനു വേണ്ടിയിട്ട് ഇന്നത്തെ ലൈവിലേക്ക് ഇങ്ങോട്ട് പോരാ. നമ്മുടെ മെഗാ മാരത്തോൺ ആണ്. ഞങ്ങളുടെ 3 പേരും അതിനുവേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. സോ മെഗാ മാരത്തോൺ ആണ്, അതിലേക്ക് ഇങ്ങോട്ട് കയറി പോരടാ. അതിൽ നീക്കുള്ള ക്വസ്റ്റ്യനുകളും ആൻസറുകളും എല്ലാം നമ്മൾ സെറ്റ് ആണ്. സോ മക്കളെ, ലൈവിൽ കാണാടാ.